ഒരുപാട് അവസരമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ കുടിയേറ്റം അത് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രത്യേക പിന്തുണ കൊടുക്കണം എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് 4ാമത്തെ ട്രാക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഉള്ള സ്ത്രീകളിൽ തൊഴിൽ പ്രായത്തിലുള്ളവർ 20% വീടിന് പുറത്ത് ജോലിക്ക് പോകുന്നുള്ളൂ. പുരുഷന്മാരുടെ 70% ഉണ്ട്. ഈ 20 എന്നുള്ളൊന്ന് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? 40 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് അനിവാര്യമാണ് കേട്ടോ, അവരെ മാറ്റാനൊന്നും കഴിയില്ല. പക്ഷേ ഇത് കാണിക്കുന്നത് കേരളത്തിൽ തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഈ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് നൈപുണ്യ പരിശീലനം നൽകുകയും വീടിനടുത്തുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ അവിടെ ജോലി നോക്കാൻ പറ്റും. ഈ ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ട്രാക്കിലായിട്ടുള്ള വലിയൊരു ഇടപെടലാണ് ഞാനിവിടെ അവതരിപ്പിച്ചപ്പോൾ. പ്രവാസമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന മേഖല മാത്രമാണ് പറഞ്ഞത്. ഗൾഫിൽ ഇത്തരത്തിൽ തൊഴിൽ നേടുന്നവർക്കെല്ലാം പേര് രജിസ്റ്റർ ചെയ്യാൻ ഒരു പുതിയ പ്ലാറ്റ്ഫോം ജോബ് റെഡി എന്നുള്ള പേരിൽ ഞങ്ങൾ തയ്യാറാക്കി. ഗൾഫിലെ ഏത് സംരംഭകരും അല്ലെങ്കിൽ അവരുടെ റെക്കഗ്നൈസ്ഡ് റിക്രൂട്ടിംഗ് ഏജൻസിനും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാം. ഞങ്ങൾ എല്ലാ മാസവും ഒരു ഗൾഫിലേക്കുള്ള തൊഴിൽമേള നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് തൃശ്ശൂർ 12-13 തീയതികളിൽ നടക്കാൻ പോയിരുന്നു. അപ്പം അതിലേക്ക് ഇവിടുത്തെ സംരംഭകരോട് നിങ്ങൾ നിങ്ങളുടെ തൊഴിലവസരങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യാമോ, അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകം തന്നെ ഏതാണ്ട് 6000-ഓളം തൊഴിലവസരങ്ങൾ തൃശ്ശൂർ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിന് അവിടെ സന്നദ്ധമായിട്ട് വരും എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ പ്രിഡിപ്പാച്ചർ ഉപദേശങ്ങൾ, വേണ്ടി വന്ന സ്കില്ലിങ്. കാരണം ഇവരിൽ പലരും ഔപചാരികമായിട്ട് സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ മേടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനം നൽകി ഔപചാരികമായിട്ടുള്ള ഈക്വലൻസി, പ്രയർ ലേണിംഗ്, അതിനെ ഒരു ഔപചാരിക സർട്ടിഫിക്കറ്റാക്കി മാറ്റുന്നതിനുള്ള സഹായങ്ങളും ഞങ്ങൾ നൽകും. വിഷൻ അവരവതരിപ്പിക്കും. ലോകത്തെമ്പാടുമുള്ള എംപ്ലോയേഴ്സ് പുതിയ തൊഴിൽ സാധ്യതകൾ, അവരുടെ പ്രവണതകൾ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് സന്ദർഭം കൊടുക്കും. ഇതുപോലെ സ്കില്ലിംഗ് ഏജൻസീസ് പങ്കെടുക്കും. കേരളത്തിലെ ഐക്കൺസ്, അച്ചീവേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നത് ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോളേജുകളിൽ, പോളിടെക്നിക്കുകളിൽ, ഐടികളിൽ പഠിക്കുന്ന മുഴുവൻ അവസാന വർഷ വിദ്യാർത്ഥികളെയും ഏതാണ്ട് 3 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ഒറ്റയടിക്ക് ഈ വർഷം ഓഗസ്റ്റ് അവസാനം മുതൽ ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ്, ജോലിയിലേക്ക് നയിക്കുന്ന സ്കിൽ കോഴ്സിന് വേണ്ടി പഠിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഡിഗ്രിക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടി കൂടി അവർ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണിത് പഠിപ്പിക്കുക? 2, എന്ത് കോഴ്സുകളാണ് പഠിപ്പിക്കുക? ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരെങ്ങനെ കണ്ടെത്തും? ഇതൊക്കെയാണ്.
ഇതാരാണ് ഇതിന് നേതൃത്വം നൽകുക? കേരളത്തിലെ എല്ലാ കോളേജുകളിലും പോളിടെക്നിക്കിലും IT-കളിലും സ്കിൽ സെൻറ്റേഴ്സ് ഉണ്ടാവും. ഇത് ഔദ്യോഗികമായിട്ടുള്ള സംവിധാനമാണ്. ആ സ്കിൽ സെൻറ്ററുകളാണ് അവിടുത്തെ കോളേജുകളിൽ ആ സ്ഥാപനത്തിൽ ആരാണ് എന്ത് വിഷയമാണ്, എന്ത് സ്കിൽ കോഴ്സാണ് പഠിപ്പിക്കുക എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ജോലിയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അത് ചെയ്യണമെങ്കിലോ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈ വർഷം അവസാനിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തൊഴിലാളികളെ വേണം, അവർക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാവണമെന്നും മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇത്തരത്തിൽ ഇവിടുത്തെ സംരംഭകരുമായിട്ട് ബന്ധപ്പെടാനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ പറഞ്ഞോളൂ, എന്താണെന്നുള്ളത്. നമുക്ക് കോളേജിലോ പോളിടെക്നിക്കിലോ IT-ലോ പഠിക്കുന്ന കുട്ടികളെ ഇതിനു വേണ്ടി പരിശീലിപ്പിക്കാം. നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള സംരംഭകരോട്, പ്രത്യേകിച്ച് മലയാളി സംരംഭകരോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് എൻ്റെ 2020-21 ബഡ്ജറ്റിലാണ്. അതിനുശേഷം അതിനെ തുടർന്ന് ആ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതുപോലെ KDISC-നും പിന്നീട് ഒന്ന് KKM-ന് രൂപം നൽകി. അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായിട്ട് അവരുടെ കണക്ക് പ്രകാരം 1,30,000-ൽ പരം ആളുകൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പേസ് പോരാ. ഈ ലെവൽ നമ്മൾ ആളുകളെ സ്കിൽ ചെയ്താൽ പോരാ എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നടത്തിയ ഒരു അവലോകന യോഗത്തിൽ ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തു. അത് ഇന്ന് യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ജനുവരി മുതൽ ഈ തരത്തിൽ പുനഃസംഘടിപ്പിച്ച ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങി. അത് ഇന്ന് പ്രവർത്തന പദത്തിലേക്ക് ഇവരെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പം തുടങ്ങിയതല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിപുലീകരിച്ച് ചെയ്യുന്നതിന് തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പാവുകയാണ്. അപ്പോൾ ഈ സമയം മതി. 4 ട്രാക്കിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒന്ന്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സ്കില്ല് ചെയ്ത് ഈ വർഷാവസാനം എത്തുമ്പോഴേക്കും അവർക്ക് പ്ലേസ്മെൻറ്റിലേക്ക് പോകാം. അതിനൊരു പൈലറ്റ് പ്രൊജക്റ്റ് നടത്തി 30,000 കുട്ടികൾ ഉൾക്കൊള്ളിച്ചിട്ട് ആ പൈലറ്റ് പ്രൊജക്റ്റിൽ ഞങ്ങൾ ഇതിനകം തന്നെ 18,000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോസിറ്റീവായിട്ടുള്ള വശം. രണ്ടാമത്തത്, അത് നമ്മുടെ കോളേജിന് പുറത്ത് പഠിത്തം പൂർത്തിയാക്കിയവരെന്ത് ചെയ്യും? അവർക്ക് ജോലി എങ്ങനെ കൊടുക്കുന്നത്? അതിന് തൊഴിൽ മേളകൾ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. അത് ഇന്ന് കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് തുടരുന്നുണ്ട്. മൂന്നാമത്തത് ഗൾഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. വിജ്ഞാന കേരളം നേരിട്ട് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ജോലിക്ക് ഗൾഫിൽ പോരാൻ തയ്യാറുള്ളവർ അവർക്ക് എംപ്ലോയേഴ്സിനുമായിട്ട് ബന്ധപ്പെടാനൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം അവർക്ക് ആവശ്യമായ പരിശീലനവും നൽകുന്നു. ഇത് ചെയ്യുന്നത് നോർക്കയും ഒഡെപെക്കുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. അവർ റിക്രൂട്ടിംഗ് ഏജൻസികൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അവർക്ക് ആ എക്സ്പീരിയൻസ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു.
അത് വളരെ പരിമിതമായ രീതിയിലാണ് അവർ കിട്ടുന്ന ചാൻസുകൾ അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിമേൽ അങ്ങനെയല്ല. നമ്മൾ ക്യാമ്പയിൻ നടത്തി അവസരമുണ്ട്, ഞങ്ങൾ കണ്ടുപിടിക്കാം, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരൂ എന്ന് പറഞ്ഞ് സാധാരണത്തിൽ 1000-2000 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴി ഈ ഒരു വർഷം 1,00,000 പേരെയെങ്കിലും ഇങ്ങനെ വിദേശത്ത് ജോലി നൽകാൻ പറ്റുമെന്നാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ചത് വീട്ടമ്മമാരായിട്ട് അവിടെ തന്നെ കഴിഞ്ഞ് തുടരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. തൊഴിലില്ലാത്ത സ്ത്രീകളെ 3ആയിട്ട് തിരിക്കാം. ഒന്ന്, ഇപ്പോൾ പരീക്ഷ പാസ്സായി വരുന്ന യുവതികൾ, അവർ പുറത്തൊക്കെ പോകാൻ റെഡിയാണ്, തയ്യാറാണ്. അവർക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴി ജോലികൾ കൊടുക്കാം. രണ്ടാമത്തത്, കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല, വീട്ടിലെ ബാധ്യതകളുണ്ട്, കുട്ടികളുണ്ട്, പക്ഷെ വീടിനടുത്തൊരു ജോലി ഉണ്ടെങ്കിൽ അതിനാണ് ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ വലിയൊരു ഡ്രൈവിലേക്ക് പോകുന്നു. കുടുംബശ്രീ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് സ്വയം തൊഴിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു ചുവട് മാറ്റി നാട്ടിലുള്ള സംരംഭങ്ങളിൽ സ്ത്രീകളെ സ്കില്ല് ചെയ്ത് ജോലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് കരിയർ ബ്രേക്ക് ചെയ്തു, വിവാഹം മുഴുവനെല്ലാം, പക്ഷെ ഇനിയിപ്പോൾ കരിയർ പുനരാരംഭിക്കണം. അവർക്ക് പ്രത്യേക സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, അതിന് പരിശീലനം നൽകി അവർക്ക് പുറത്തു പോകാൻ തയ്യാറാണെങ്കിൽ യെസ് അവർക്ക് തുടരാം. അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം നിയർ ഹോം, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരുപാട് പ്ലാറ്റ്ഫോം എക്കോണമീസ്, പ്ലാറ്റ്ഫോം കമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ഉണ്ട്, അതിനൊക്കെ ആളുകൾ ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ കരിയർ ബ്രേക്ക് ചെയ്ത സ്ത്രീകൾ ഡിജിറ്റലായിട്ടുള്ള സ്കിൽസും മറ്റും ഉണ്ടെങ്കിൽ വീട്ടിലോ വീടിനടുത്തോ അവർക്ക് തൊഴിൽ നൽകാൻ പറ്റും. നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഡിജിറ്റൽ നമ്മുടെ വെർച്വൽ ജോബ് ഫെയർസ് ഉണ്ടല്ലോ, അതിൽ പലപ്പോഴും വരുന്നത് ഇങ്ങനെയുള്ള ജോലികൾ ഒത്തിരി ഉണ്ടാവാറുണ്ട്.